സോ ഹലോ എവ്രി വൺ. അപ്പോൾ എന്തായാലും ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് ഇനി എത്തും. അത് കഴിഞ്ഞാൽ എക്സാംസും ഇതൊക്കെ ഒരു ഫാസ്റ്റ് പ്രൊസീജിയർ ആയിരിക്കും, പെട്ടെന്നെല്ലാം നടക്കും. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും ചെയ്യാൻ പോവുകയാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൽ. അപ്പോൾ അതിൽ 50 ക്വസ്റ്റ്യൻസോളം ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൽ 100ൽ 50 എണ്ണവും ഇംഗ്ലീഷാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത് ഇംഗ്ലീഷിനായിരിക്കും. പിന്നെ വരുന്നത് GKയും പിന്നെ കറണ്ട് അഫയേഴ്സൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് 10 ക്വസ്റ്റ്യൻസ് വെച്ച്, പക്ഷേ കൂടുതൽ ഇംഗ്ലീഷ് ആയിരിക്കും. നമ്മൾ ഇന്നോട്ട് തുടങ്ങുകയാണ് ഒരു 10 ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് വേണ്ടി ആ എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സഹായകരമായിരിക്കും. അവസാനം നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് തന്നെ ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഇഡിയംസ് നോക്കാം. ഓക്കെ, what is the first question? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇഡിയം ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്തായിരിക്കും അർത്ഥം? അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മിക്ക ഓപ്ഷനിലും അവർ ഡയറക്റ്റ് മീനിങ് തരും. അതായത് ഇപ്പോൾ ബീറ്റ് അറൗണ്ട് ദ ബുഷ്, ടു ബീറ്റ് സംതിങ്, ടു ബീറ്റ് എ റാറ്റ് വിച്ച് ഈസ് ഹൈഡിങ് ഇൻ ദ ബുഷ്, അങ്ങനെ വല്ലതുമൊക്കെ പറയും എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അത് നമുക്കങ്ങ് ഒഴിവാക്കും. ആ ഒരു ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കിയെടുക്കണം. എന്നിട്ട് ബാക്കിയുള്ളത് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്കൊരു ഓപ്ഷൻ ഒഴിവായല്ലോ. അതുപോലെ അപ്പോൾ നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ടു അവോയ്ഡ് ടോക്കിംഗ് അബൌട്ട് ദ മെയിൻ പോയിന്റ്, ബീറ്റ് അറൗണ്ട് ദ ബുഷ്. ടു വർക്ക് ഇൻ എ ഗാർഡൻ, കണ്ടോ, ഇതൊരു ഡയറക്റ്റ് മീനിങ് പോലെയാണ്, ഗാർഡനും ബുഷും ഒക്കെ. അപ്പോൾ അതങ്ങ് എലിമിനേറ്റ് ചെയ്യാം, അത് നമുക്ക് എഴുതാൻ പാടില്ല. ടു ഡിഫീറ്റ് സംതിങ് ഇൻ എ ഫൈറ്റ്, ടു ഡിഫീറ്റ് സംവൺ ഇൻ എ ഫൈറ്റ്. ബീറ്റ്, കണ്ടോ, ഡിഫീറ്റ്, അതൊക്കെ ഡയറക്റ്റ് ആണ്, ഒരാളെ ഫൈറ്റിൽ ബീറ്റ് ചെയ്യുന്നത്. ടു സെർച്ച് ഫോർ സംതിങ്, ഇതിൽ ടു അവോയ്ഡ് ടോക്കിംഗ് അബൌട്ട് ദ മെയിൻ പോയിന്റ് ആയിരിക്കണം ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അതായത് മെയിൻ പോയിന്റിനെ പറ്റി പറയാതെ അവിടെ ഇവിടെയൊക്കെ തൊട്ട് കൊടുത്ത് ഉള്ള ഒരു സംസാരം, അതാണ് ബീറ്റ് അറൗണ്ട് ദ ബുഷ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗസ് വർക്ക് കൊണ്ട് പിന്നെ നമ്മുടെ കുറച്ച് നോളജ് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഫൈനലി നമ്മൾ ആൻസർ പറയും. അപ്പം നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യുക, ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയുമ്പോൾ ഇഡിയം എന്ന് പറഞ്ഞാൽ ഇതിനാണ് എന്നുള്ളത്. നമ്മളിപ്പോൾ ആൻസർ കൺഫേം ചെയ്യുന്നില്ല, നമുക്ക് ഫൈനലിൽ പറയാം. ദ ഇഡിയം പീസ് ഓഫ് കേക്ക് മീൻസ്, അതായത് ഡെലീഷ്യസ് ഡെസേർട്ട്, അത് ഡയറക്റ്റ് മീനിങ് അല്ലേ, പീസ് ഓഫ് കേക്ക് ഡെലീഷ്യസ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. സംതിങ് വെരി ഈസി ടു ഡു, പീസ് ഓഫ് കേക്ക്. നോക്കാം, ബർത്ത്ഡേ സെലിബ്രേഷൻ, അതും കേക്കും ബർത്ത്ഡേ സെലിബ്രേഷൻ അതൊക്കെ ഡയറക്റ്റ് മീനിങ് നമുക്ക് ഒഴിവാക്കാം. എ കോസ്റ്റ്ലി ഐറ്റം, എനിക്ക് തോന്നുന്നു വെരി ഈസി കേക്ക്. പിന്നെ കട്ട് ത്രൂ ദ ബട്ടറോ അങ്ങനെ എങ്ങാണ്ട് ഈ കമൻട്രിക്കാരൊക്കെ പറയുന്ന കേൾക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു അതോടെ അങ്ങനെ എളുപ്പമായിട്ടുള്ള ഒരു ഇതുപോലെ ആയിരിക്കണം, സംതിങ് വെരി ഈസി ടു ഡു ആയിരിക്കണം പീസ് ഓഫ് കേക്ക്. ഓക്കെ, കോസ്റ്റ്ലി ഐറ്റം ആവാൻ സാധ്യതയില്ല. ഓക്കെ, ലെറ്റ്സ് മാർക്ക് ബി. ഇവിടെ നമുക്ക് ബി മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത് വെച്ചേക്കാം നമ്മുടെ ആൻസേഴ്സ്. അപ്പം ഇത് നമ്മൾ ഈസി ടു ഡു മാർക്ക് ചെയ്തു, ഇത് നമ്മൾ അവോയ്ഡ് ടോക്കിംഗ് അബൌട്ട് ദ മെയിൻ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് മീൻസ് വാട്ട്? റിലീസ് എ പെറ്റ്, അത് വരില്ലല്ലോ. കാരണം പെറ്റ് എന്ന് പറയുന്നത് ക്യാറ്റായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഉണ്ട്, അപ്പോൾ നമുക്കത് വേണ്ട. ലൂസ് ആൻ ആനിമൽ, ബാഗിൽ നിന്ന് അതിനെടുത്ത് കളഞ്ഞാൽ നമുക്കൊരു മൃഗത്തിന് നമുക്ക് നഷ്ടപ്പെടും, അങ്ങനെ അതാവാൻ സാധ്യതയില്ല അല്ലേ. പിന്നെ റിവീൽ എ സീക്രട്ട് ആക്സിഡൻ്റലി, ഇതാണ് അതിൻ്റെ കറക്റ്റ്, ഇതായിരിക്കണം അതിൻ്റെ കറക്റ്റ്. ക്യാച്ച് എ തീഫ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ഇത് തന്നെ മാർക്ക് ചെയ്യാം, റിവീൽ എ സീക്രട്ട് ആക്സിഡൻ്റലി. അബദ്ധവശാൽ നമ്മൾ ഒരു രഹസ്യം പറഞ്ഞു പോയി, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, നമ്മൾ ബാഗ് വെച്ചിരുന്ന അത് നമ്മൾ എന്താണ് അതിനകത്ത് വെച്ചതെന്ന് അറിയാതെ അത് പുറത്തെടുക്കുകയാണ്. സോ അത് തന്നെ ആയിരിക്കണം അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇഡിയം ക്രൈ ഓവർ ദ സ്പിൽഡ് മിൽക്ക് മീൻസ് വാട്ട്? പോയ ആ ഒരു സംഭവത്തിനെ പറ്റി നമ്മൾ കരയുകയാണ്. അപ്പോൾ വേസ്റ്റ് മിൽക്ക് ഇൻറ്റൻഷനലി, അത് മിൽക്ക് ഡയറക്റ്റ് മീനിങ് നമുക്ക് ഒഴിവാക്കാം. റിഗ്രറ്റ് സംതിങ് ദാറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്, അത് സാധ്യതയുണ്ട്, അതായത് നമുക്ക് അത് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഏജ് ഓവർ ആയിപ്പോയി, അപ്പോൾ ഇനിയിപ്പോൾ ഏജ് ഓവറായി നമുക്കിനി എക്സാം എഴുതാൻ പറ്റില്ല. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ റിഗ്രറ്റ് അടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, അതിന് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥയാവാം
ക്രൈ ഓവർ ദ സ്പിൽ മിൽക്ക്. കാരണം തുളുമ്പിപ്പോയ ആ പുറത്തു പോയ പാല് നമുക്ക് ഒരിക്കലും ഇനി ആ ഒരു പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അതായിരിക്കണം അത്. ഡ്രിങ്ക് സ്പോയിൽഡ് മിൽക്ക്, കംപ്ലൈൻ അബൌട്ട് ഫുഡ്, ഒന്നും ആയിരിക്കില്ല. സോ നമുക്ക് ഇത് തന്നെ മാർക്ക് ചെയ്യാം. റിഗ്രറ്റ് സംതിങ് ദാറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്. ആൻഡ് ഇഫ് someone is on cloud 9, someone is on cloud 9, they are ക്ലൗഡ് 9ലാണ് ആരെങ്കിലും എന്ന് പറഞ്ഞാൽ അവർ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഫീലിംഗ് എക്സ്ട്രീംലി ഹാപ്പി, ട്രാവലിംഗ് ബൈ എയർപ്ലെയിൻ, ഫീലിംഗ് സ്ലീപ്പി, വെരി കൺഫ്യൂസ്ഡ്. ഇത് ഇത്തിരി പാടാ അല്ലേ? ഇപ്പം ഇതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഭവം, ട്രാവലിംഗ് ബൈ എയർപ്ലെയിൻ എന്ന് പറയുന്നത് സംവൺ ഈസ് ഓൺ ക്ലൗഡ് 9. എയർപ്ലെയിനും ക്ലൗഡുമായിട്ടൊരു റിലേഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ 9 എന്ന് പറയുമ്പോഴേ ടൈമായിട്ടൊരു റിലേഷനും ഉണ്ട് അല്ലേ? അപ്പോൾ ഫീലിംഗ് എക്സ്ട്രീംലി ഹാപ്പി ഞാൻ ഇവിടെ ഒഴിവാക്കുകയാണ്. ട്രാവലിംഗ് ബൈ എയർപ്ലെയിനും നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഫീലിംഗ് സ്ലീപ്പി ഓർ വെരി കൺഫ്യൂസ്ഡ്, ക്ലൗഡ് 9ലാണ്. അത് നമുക്ക് പറ്റുന്നില്ല, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്നാൽ നമുക്ക് തിരിച്ചു വരാം. എന്തായാലും 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കിൽ 2 birds with 1 stone. അതായത് ഒരു വെടിക്ക് 2 പക്ഷി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കല്ലുകൊണ്ട് 2 പക്ഷിയെ നമ്മൾ കൊല്ലുന്നു. ഹണ്ട് 2 birds at once. അതായിരിക്കില്ല, ഡയറക്റ്റ് മീനിങ് ആണ് അത്. കംപ്ലീറ്റ് 2 tasks with a single effort. അതാണ് പരിപാടി അവിടെ. അതാണ് അവിടുത്തെ കറക്റ്റ് വേർഡ്. നമ്മുടെ മലയാളത്തിലുണ്ടല്ലോ ഈ ടോക്സ് ഒക്കെ. അപ്പോൾ അതങ്ങ് പിന്നെ അടുത്ത വേണമെങ്കിൽ നോക്കാം. വേസ്റ്റ് ടൈം ഓൺ 2 jobs, സോൾവ് 1 problem twice. ആയിരിക്കില്ല. അപ്പോൾ ബി തന്നെയാണ് അതിൻ്റെ ആൻസർ. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം, അതായത് 7th പോവാം. ഇന്നത്തെ 7ാമത്തെ ചോദ്യം. പുൾ സംവൺസ് ലെഗ് മീൻസ്, പുൾ സംവൺസ് ലെഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെ ആയിരുന്നു എന്ന് തോന്നുന്നത്. ഇൻജുർ സംവൺ, ഹെൽപ്പ് സംവൺ വർക്ക്, ജോക്ക് ഓർ ടീസ് സംവൺ, സ്റ്റോപ്പ് സംവൺ ഫ്രം റണ്ണിങ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതിനെ അറിയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് ജോക്ക് ഓർ ടീസ് സംവൺ, ആരെങ്കിലും കളിയാക്കുന്നു അതിനൊക്കെയാണ് ഈ പുൾ സംവൺസ് ലെഗ് എന്നൊക്കെ പറയാം. പക്ഷേ ഇതല്ലായിരുന്നെങ്കിൽ നമുക്കൊരു ഇത് വരുന്നത് ഇൻജുർ സംവൺ എന്നാണ്. ഒരുത്തൻ്റെ കാല് വലിക്കപ്പെടുമ്പോൾ അവൻ വീഴുക, പിന്നെ അപകടം പറ്റാനുള്ള സാധ്യത. അപ്പം ഇൻജുർ സംവൺ എന്നായിരിക്കും ഞാൻ എഴുതാൻ പോരുന്നത്. പക്ഷേ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കറക്റ്റ് ചെയ്തത്. ഇത് കറക്റ്റാന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. 7ാമത്തെ. ഇനി അടുത്തത്, വാട്ട് ഡസ് ദ ബോൾ ഇൻ യുവർ കോർട്ട്, ദ ബോൾ ഇൻ, പന്ത് നിങ്ങളുടെ കോർട്ടിലാണ് ഇപ്പോൾ എന്ന് പറയില്ലേ? ഇപ്പൊ അർജന്റീന വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അർജന്റീന ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു ഫാൻസ് എന്താ പറയാ? പന്ത് ഇപ്പൊ നിങ്ങളുടെ കോർട്ടിലല്ലേ, അങ്ങനെ പറയാ. അതിനർത്ഥം എന്താണ്? ദ ഗെയിം ഹാസ് സ്റ്റാർട്ടഡ് അല്ല, ഇറ്റ് ഈസ് യുവർ ടേൺ ടു മേക്ക് എ ഡിസിഷൻ ഓൺ ടേക്ക് ദെയർ ആക്ഷൻ. അതാണ് കറക്റ്റ്. അപ്പോൾ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലാണ് ഫുൾ ഡിസിഷൻ മേക്കിംഗ് പവറും. അത് യു ഹാവ് വോൺ ദ മാച്ച്, യു ഷുഡ് പ്ലേ ടെന്നീസ്, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അതൊക്കെ നമുക്ക് ഈസിലി എലിമിനേറ്റ് ചെയ്യാം. ഇനി 9th വൺ, സി ഐ ടു ഐ, നമുക്ക് നേർക്ക് നേരെ ഒന്ന് കാണണം, നമുക്ക് കാണാം എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ലുക്സ് ഡയറക്ട്ലി ഇൻ ടു സമ്മൺ ഐസ് അല്ല, ഡയറക്റ്റ് മീനിങ് ആണ്, എലിമിനേറ്റ് ചെയ്യുക. അഗ്രി വിത്ത് സമ്മൺ അതുമല്ല. വാച്ച് കെയർഫുള്ളി അതുമല്ല. അവോയ്ഡ് ആൻ ആർഗ്യുമെന്റ്, അവോയ്ഡ് ആൻ ആർഗ്യുമെന്റ് ആയിരിക്കാം അവിടെ ശരി, അല്ലെങ്കിൽ അഗ്രി വിത്ത് സമ്മൺ എന്നുള്ളതും ആയിരിക്കാം. പക്ഷെ അവിടെ ഡയറക്ട്ലി ഇൻ ടു ഐസ്, വാച്ച് കെയർഫുള്ളി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാം. ഒന്നല്ലേ അഗ്രി വിത്ത് സമ്മൺ, സമ്മതിച്ചു, പക്ഷെ അവോയ്ഡ് ആൻ ആർഗ്യുമെന്റ് അതായിരിക്കും അവിടെ കൂടുതൽ യോജിക്കുക. കാരണം നമുക്ക് കാണാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പിന്നീട് തർക്കിക്കുന്നില്ലല്ലോ, അവരോട് തർക്കിക്കുന്നില്ല. നമുക്ക് കാണാം എന്ന് പറയുമ്പോൾ അവരും എന്നാ കാണാം അല്ലെങ്കിൽ അങ്ങനെ അവിടെ അത് പോവല്ലേ, അതുകൊണ്ടായിരിക്കും അങ്ങനെ ആയിരിക്കും. അവോയ്ഡ് ആൻ ആർഗ്യുമെന്റ് ആയിരിക്കണം. വാട്ട് ഈസ് എ മീനിങ് ഓഫ് മിസ് ദ ബോട്ട്? മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഫെയിൽ ടു ക്യാച്ച് എ ഷിപ്പ്, ഡയറക്റ്റ് മീനിങ് ഒഴിവാക്കാം. ലൂസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഓപ്പർച്യൂണിറ്റി, അത് തന്നെ പരിപാടി. ഗോ ടു എ വെക്കേഷൻ, അറൈവ് എയർലി, അതൊന്നുമല്ല. ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി മിസ്സായി, മിസ് ദ ബോട്ട്. ഇനി നമുക്ക് ആൻസർ ചെയ്യാനുള്ളത് 5th വണ്ണാണ്. അത് ഇത്തിരി കൺഫ്യൂസിങ് ആണ്. അതായത് ഇഫ് സമ്മൺ ഈസ് ഓൺ ക്ലൗഡ് 9, അപ്പോൾ നമുക്ക് എയർപ്ലെയിൻ നമ്മൾ ഒഴിവാക്കി, ഹാപ്പി, സ്ലീപ്പി, കൺഫ്യൂസ്ഡ്. അപ്പോൾ ഇതൊരു ഫീലിംഗ്, ക്ലൗഡ് 9 എന്ന് പറഞ്ഞൊരു ഫീലിംഗ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീപ്പി ആണോ അതോ എക്സ്ട്രീംലി ഹാപ്പി ആണോ എന്നുള്ളത്, മിക്കവാറും സ്ലീപ്പി ആയിരിക്കും അല്ലേ. 9 എന്നൊക്കെ പറയുമ്പോൾ, 9 എന്ന വാക്ക് പറയുമ്പോഴത്തേക്ക് അതൊരു
രാത്രി സമയമൊക്കെ ആയിട്ട് നമുക്ക് കൂട്ടാം. അപ്പം മിക്കവാറും ഫീലിംഗ് സ്ലീപ്പി ആയിരിക്കും, പക്ഷെ ഒരു ഐഡിയ ഇല്ല. ഇനി നമുക്ക് ആൻസേഴ്സ് നോക്കാം. നമ്മൾ 10 ക്വസ്റ്റ്യൻ ചെയ്തു. അതിന് ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തേത് ബീറ്റ് അറൗണ്ട് ദി ബുഷ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ടോക്കിംഗ് അബൌട്ട് ദ മെയിൻ പോയിന്റ്. അത് തന്നെ നമ്മൾ ചെയ്ത ആ കാര്യം തന്നെ കറക്റ്റ് ആൻസർ ആണ് നമ്മൾ ചെയ്തത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പീസ് ഓഫ് കേക്ക് എന്ന് പറയുമ്പോൾ സംതിങ് വെരി ഈസി ടു ഡു, നമ്മൾ മാർക്ക് ചെയ്ത് തന്നെയാണ്. ഇനി ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് റിവീൽ എ സീക്രട്ട് ആക്സിഡന്റലി, അതും കറക്റ്റ് ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ക്രൈ ഓവർ ദ സ്പിൽഡ് മിൽക്ക് റിഗ്രറ്റ് സംതിങ് ദാറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്, കറക്റ്റ് അനാലിസിസ് ആയിരുന്നു. ഓൺ ദ ക്ലൗഡ് 9 ഫീലിംഗ് എക്സ്ട്രീംലി ഹാപ്പി, അവിടെ നമ്മൾ തെറ്റി. പക്ഷെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത രണ്ടും കറക്റ്റ് ആയിരുന്നു, ഓർക്കുന്നുണ്ടോ? അതായത് നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ട്രാവൽ ബൈ ദ എയർപ്ലെയിൻ എലിമിനേറ്റ് ചെയ്തു. ഒരു ഫീലിംഗ് ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ വെരി കൺഫ്യൂസ്ഡ് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി ഫീലിംഗ് സ്ലീപ്പി ഓർ എക്സ്ട്രീംലി ഹാപ്പി, അവിടെ നമ്മൾ സ്ലീപ്പിയുടെ 9 വെച്ച് റിലേറ്റ് ചെയ്ത് അങ്ങ് ഇട്ടു. അപ്പോൾ 50-50 ചാൻസ് ആയിരുന്നു. പക്ഷെ ഇങ്ങനെ 50-50 ചാൻസ് വരുന്നത് നിങ്ങൾ ലീവ് ചെയ്യരുത് കേട്ടോ. അതെന്തായാലും ഇതുപോലെ തെറ്റാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളത് ആൻസർ ചെയ്യണം, എങ്ങനെയെങ്കിലും ആൻസർ ചെയ്യണം. കാരണം രണ്ടെണ്ണം നിങ്ങൾ കഷ്ടപ്പെട്ട് എലിമിനേറ്റ് ചെയ്തില്ലേ. അപ്പം അതുകൊണ്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തെറ്റി. ആറാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് 2 ടാസ്ക് വിത്ത് എ സിംഗിൾ എഫേർട്ട്, അതെന്തായിരുന്നു? കിൽ 2 ബേർഡ്സ് വിത്ത് 1. യെസ്, കറക്റ്റ് ആണ്. ഒരു വെടിക്ക് 2 പക്ഷി പരിപാടി തന്നെയാണ്. നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. പിന്നെ പുൾ സമ്മൺസ് ലെഗ് ജോക്ക് ഓർ ടീസ് സമ്മൺ, ഇത് പ്രീവിയസ് ആയതുകൊണ്ട് മാത്രം ശരിയാക്കിയതാ, ഇല്ലെങ്കിൽ തെറ്റിച്ചേനെ. 18th വൺ എന്ന് പറഞ്ഞാൽ ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് സമയമാണ്. ഇറ്റ്സ് യുവർ ടേൺ ടു മേക്ക് എ ഡിസിഷൻ ഓർ ടേക്ക് ആക്ഷൻ. എല്ലാം നമ്മുടെ കയ്യിലാവുന്ന ഒരു സമയത്താണ് ബോൾ ഈസ് ഇൻ യുവർ കോർട്ട് എന്ന് പറയുന്നത്. പിന്നെ സി ഐ ടു ഐ അഗ്രി വിത്ത് സമ്മൺ ആണ്, അവിടെ നമുക്ക് തെറ്റി. നമ്മൾ മലയാളത്തിലോട്ട് കാണാം എന്നുള്ളതായിരിക്കും. സി ഐ ടു ഐ എന്ന് പറഞ്ഞാൽ അഗ്രി വിത്ത് സമ്മൺ ആണ്. അപ്പോൾ അത് നമ്മൾ തെറ്റിച്ചു. ലൂസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഓപ്പർച്യൂണിറ്റി മിസ് ദ ബോട്ട്, യെസ്, അത് നമ്മൾ ശരിയാക്കി. അപ്പം നമ്മളിതിൽ നമുക്ക് ഇപ്പം ഈ 10 ക്വസ്റ്റ്യനിൽ ഏകദേശം ഒരു 3 എണ്ണമൊക്കെ നമുക്ക് അറിയാമെന്ന് തോന്നുന്നു. 3 4 ഒക്കെ നമുക്ക് അറിയാമായിരുന്നു. ബാക്കി 6 എണ്ണവും നമ്മളെ ഇമാജിൻ ചെയ്ത് എഴുതിയതാണ്. അതിൽ 2 തെറ്റി. അപ്പോഴും നമുക്ക് അഡ്വാൻറ്റേജ് അല്ലേ, 4 നമ്മളവിടെ ശരിയാക്കി, 2 തെറ്റി. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മൾ ഇഡിയംസും മറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും അഡ്വാൻറ്റേജ് നമ്മുടെ കയ്യിലോട്ട് വരുന്ന രീതിയിൽ വേണം അതൊക്കെ ആൻസർ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് 10 ക്വസ്റ്റ്യൻസ്. ഇന്നിപ്പോൾ ഇഡിയംസ് ആണ് നോക്കിയത്, നാളെ വേറൊരു ടോപ്പിക് ആയിരിക്കും, ഇംഗ്ലീഷിൻ്റെ തന്നെ ആയിരിക്കും. കാരണം ഇംഗ്ലീഷ് കൂടുതൽ വെയിറ്റേജ് അല്ലേ. അപ്പോൾ നാളെ കാണാം നമുക്ക്. ഓക്കെ, ബൈ.